ഹായ്, ഏവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ്രവ്യം, ഊർജം, ശബ്ദം തുടങ്ങിയ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് PSCയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് കുറഞ്ഞ് വരുന്നു. സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജത്തിന് താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്ഥിതികോർജം താഴേക്ക് വരുമ്പോൾ കുറഞ്ഞ് വരുന്നു. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറ്റങ്ങൾ ചാർജുള്ളതായി കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ. ആറ്റങ്ങൾ ചാർജുള്ളതായി കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏത്? പദാർത്ഥത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. ഊർജത്തിൻ്റെ പരമപ്രധാനമായ ഉറവിടം ഏത്? സൂര്യൻ. ഊർജത്തിൻ്റെ പരമപ്രധാനമായ ഉറവിടം സൂര്യൻ. വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു കല്ല് താഴെ ഭൂമിയിൽ പതിക്കുന്ന നിമിഷം അതിനുള്ള ഊർജം ഗതികോർജം. വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു കല്ലിന് താഴെ ഭൂമിയിൽ പതിക്കുന്ന നിമിഷം അനുഭവപ്പെടുന്ന ഊർജം ഗതികോർജമാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം 0 ആയിരിക്കും. 0 ആയിരിക്കും. സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് സ്ഥിരമായി നിൽക്കുന്നു. സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? സ്ഥിരമായി നിൽക്കുന്നു. അന്താരാഷ്ട്ര ഫിസിക്സ് വർഷം 2005. അന്താരാഷ്ട്ര ഫിസിക്സ് വർഷം 2005. ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. ഈയിടെ ശാസ്ത്രലോകം കണ്ടെത്തിയ ഹിഗ് ബോസോൺ കണികയിലെ ബോസോൺ സൂചിപ്പിക്കുന്നത് പ്രശസ്തനായ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനെയാണ്. ആരാണ് അദ്ദേഹം? സത്യേന്ദ്ര ബോസ്. ശാസ്ത്രലോകം കണ്ടെത്തിയ ഹിഗ് ബോസോൺ എന്ന കണികയിൽ ബോസോൺ എന്ന് സൂചിപ്പിക്കുന്ന പ്രശസ്തനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്ര ബോസ്. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏത്? മുമ്പ് നമ്മൾ പറഞ്ഞു പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ ആണ്. ശബ്ദവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നോക്കുക. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ/സെക്കൻഡ്. ശബ്ദത്തിൽ വായുവിൻ്റെ വേഗത 340 മീറ്റർ/സെക്കൻഡ്. ശബ്ദതരംഗങ്ങൾ ഡാഷിന് ഉദാഹരണങ്ങളാണ്. അനുദൈർഘ്യ തരംഗങ്ങൾ. ശബ്ദങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ശബ്ദത്തിൻ്റെ വേഗത കടന്നു പോകുന്ന മാധ്യമം ഏത്? ലോഹം. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ കടന്നു പോകുന്ന മാധ്യമം ലോഹങ്ങളിൽ കൂടിയാണ്. ഉദാഹരണത്തിന് ഇരുമ്പ്. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാതിരിക്കാൻ കാരണമെന്ത്? വായു ഇല്ലാത്തതിനാൽ. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാതിരിക്കാൻ കാരണം വായു ഇല്ലാത്തതിനാലാണ്. ജലത്തിനടിയിൽ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. ജലത്തിനടിയിൽ ശബ്ദം അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ശബ്ദത്തിൻ്റെ പ്രതിപതനത്തെ അടിസ്ഥാനമാക്കി സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. ശബ്ദത്തിൻ്റെ പ്രതിപതനത്തെ അടിസ്ഥാനമാക്കി, എന്തിനെ അടിസ്ഥാനമാക്കി? ശബ്ദം പുറപ്പെടുവിച്ച് അത് പ്രതിപതിക്കുന്നതിനെ അടിസ്ഥാനമാക്കി സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത് എക്കോ സൗണ്ടർ ഉപയോഗിച്ചാണ്. സോണാർ
ഉപയോഗിക്കുന്നത് എന്തിന്? സമുദ്രത്തിൻ്റെ ആഴം അറിയാനായിട്ട്. സോണാർ ഉപയോഗിക്കുന്നത് സമുദ്രത്തിൻ്റെ ആഴം അറിയാനാണ്. ശബ്ദം പ്രതിപതനത്തെ അടിസ്ഥാനമാക്കി ആഴം അളക്കാനാണ് എക്കോ സൗണ്ടർ എന്ന് പറയുന്നത്. സോണാർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നതിന് വേണ്ടിയാണ്. ശബ്ദത്തിൻ്റെ ഏത് സ്വഭാവമാണ് സോണാറിൽ പ്രയോജനപ്പെടുത്തുന്നത്? പ്രതിപതനമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ശബ്ദത്തിൻ്റെ ഏത് സ്വഭാവമാണ് സോണാറിൽ പ്രയോജനപ്പെടുത്തുന്നത്? പ്രതിപതനം. മുൻ വർഷങ്ങളിലെ PSC ചോദ്യ പേപ്പറുകളിൽ ഇതേ പാറ്റേണിൽ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു റിപ്പീറ്റേഷൻ പോലെ തോന്നാം. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ. ശബ്ദമലിനീകരണം അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡെസിബൽ. ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ഡാഷ് തരംഗങ്ങൾ ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നില്ല. ശബ്ദ തരംഗങ്ങൾ ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നില്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അക്വാസ്റ്റിക്സ് എന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ശബ്ദം. അക്വാസ്റ്റിക്സ് എന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ശബ്ദം. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. അതായത് വസ്തുക്കളിലെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു. മനുഷ്യർക്ക് സഹനീയമായ ഉയർന്ന ശബ്ദ പരിധി 100 ഡെസിബൽ. ഒരു മനുഷ്യന് സഹിക്കാനാവുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് 100 ഡെസിബൽ. ഹോസ്പിറ്റൽ മേഖലയിൽ രാത്രികാലത്തെ അനുവദനീയമായ ശബ്ദം 40 ഡെസിബൽ. ഹോസ്പിറ്റൽ മേഖലയിൽ രാത്രികാലങ്ങളിൽ അനുവദിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് 40 ഡെസിബൽ. 20,000 ഹെർട്സിലും കൂടിയ ആവൃത്തിയിലുള്ള ശബ്ദം അൾട്രാസോണിക്. 20,000 ഹെർട്സിലും കൂടുതലുള്ള ശബ്ദമാണ് അൾട്രാസോണിക്. വവ്വാലുകൾ രാത്രിയിൽ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ. വവ്വാലുകൾ രാത്രിയിൽ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ. പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലവും സ്രോതസ്സും തമ്മിലുള്ള കുറഞ്ഞ അകലം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലവും സ്രോതസ്സും തമ്മിലുള്ള കുറഞ്ഞ അകലം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രതിപതന തലവും സ്രോതസ്സും തമ്മിലുള്ള അകലം 17 മീറ്റർ ആണ്. പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലവും സ്രോതസ്സും തമ്മിലുള്ള അകലം 17 മീറ്റർ ആണ്. വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ. വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ. SC/ST LDC 2006 ചോദ്യപേപ്പർ LDCയിലുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം സെസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം സെസ്മോഗ്രാഫ്. ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണം സോണാർ. ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണം സോണാർ. സെക്യൂരിറ്റി ഗാർഡ് 2015 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. സെയിം പാറ്റേൺ പോലെ തോന്നുമെങ്കിലും ചോദ്യങ്ങളിലും സെയിം ഉത്തരങ്ങൾ പോലെ തോന്നുമെങ്കിലും ചോദ്യത്തിലും ഉത്തരത്തിലും നല്ലപോലെ വ്യത്യാസങ്ങൾ ഉണ്ട്. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണം സോണാർ. ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുൻപായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ഇൻഫ്രാസോണിക് തരംഗങ്ങൾ. ശക്തമായ ഭൂകുലുക്കത്തിന് തൊട്ടു മുമ്പായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. ഇൻഫ്രാസോണിക് തരംഗങ്ങൾ
മനുഷ്യർക്ക് കേൾക്കാൻ കഴിയില്ല, മൃഗങ്ങൾക്ക് മാത്രമേ കേൾക്കാനായിട്ട് കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ ശ്രവണ പരിധിക്ക് മുകളിൽ ആവശ്യത്തിലുള്ള ശബ്ദ തരംഗങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക്. മനുഷ്യൻ്റെ ശ്രവണ പരിധിക്ക് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക്. അൾട്രാസോണിക് സൗണ്ടുകളെ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വവ്വാൽ ഇരപിടിക്കാൻ ഏത് തരം ശബ്ദമാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് ആണ് ഉപയോഗിക്കുന്നത്. ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത്? കേൾക്കാൻ സാധിക്കാത്തത്? ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? വായു ഇല്ലാത്തതിൻ്റെ കൊണ്ടാണ് നമുക്ക് ശൂന്യാകാശത്ത് ശബ്ദങ്ങളൊന്നും കേൾക്കാനായിട്ട് സാധിക്കാത്തത്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏത്? ഡെസിബൽ. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ ആണ് ഒരു ശരാശരി മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കുന്ന ഉപകരണമാണ് ഡെസിബൽ. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കുന്ന ഉപകരണമാണ് ഡെസിബൽ. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ കാലം 17 മീറ്ററിൽ കൂടുതൽ. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലമാണ് 17 മീറ്റർ കൂടുതൽ. മുമ്പേ നമ്മളൊരു ചോദ്യം നോക്കിയായിരുന്നു. പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലവും സ്രോതസ്സും തമ്മിലുള്ള കുറഞ്ഞ അകലം 17 മീറ്റർ ആണെന്ന്. അതേ സെയിമില് വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുവാണ്. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം 17 മീറ്റർ കൂടുതൽ. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യോത്തരങ്ങൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണം. താങ്ക്